بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. طلابي الأعزاء، كيف أحوالكم؟ طيب؟ كيف صحتكم؟ تمام؟ ما شاء الله. طلابي، درسنا في الصف الماضي عن ولد ضرير يقوم في محطة القطار، يراه مدرس حامد، فجرى بينهما حوار. نحن ندرس اليوم ذلك الحوار الذي جرى بين مدرس حامد وهذا الولد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്ധനായ ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു കൊച്ചു കഥയാണ് പറഞ്ഞിരുന്നത്. അവൻ വളരെ സങ്കടപ്പെട്ട് കരയുന്ന കാര്യവും പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവനെ കണ്ട ഹാമിദ് മാഷും അവനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് അതിന് മറുപടി നൽകണേ. ആദ്യമായിട്ട് അസ്സുആലുൽ അവ്വൽ, മാ മഅന ദരീർ? പഠിച്ചൊരു പദമല്ലേ ദരീർ. എന്താണ് അർത്ഥം? ഐവ, അന്ധൻ അല്ലേ, കണ്ണ് കാണാത്ത ആള്. ഓക്കെ. അസ്സുഅൽ അത്ഥാനി, രണ്ടാമത്തെ ചോദ്യം, മാ മഅന മഹത്തത്തുൽ ഖിതാർ? മഹത്തത്തുൽ ഖിതാർ, ആ കുട്ടി നിന്ന സ്ഥലം? നഅം, റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അഹ്സൻത. الثالث, من كان حامد? من كان حامد? ആരാണ് ഹാമിദ്? മാഷാണ് അല്ലേ, മുദരിസ് അല്ലേ. കാന ഹാമിദ് മുദരിസൻ. ഓക്കെ. അസ്സുആൽ അർറാബിഅ, നാലാമത്തെ ചോദ്യം, മൻ കാന ഫി മഹത്തത്തിൽ ഖിതാർ? മഹത്തത്തിൽ ഖിതാർ റെയിൽവേ സ്റ്റേഷൻ. മൻ കാന ഫി മഹത്തത്തിൽ ഖിതാർ? ആരാ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്? ഐവ, വലതുൻ ദരീറൻ. അഹ്സൻത, വലതുൻ ദരീറൻ. കണ്ണ് കാണാത്തൊരു കുട്ടിയാണ്. ശരി, ഇനി നമുക്ക് നമ്മുടെ പുതിയ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് സംഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ഹയ്യ നഖ്റഉൽ ഹിവാർ. വരൂ നമുക്ക് ഹിവാർ വായിക്കാം. ലാ തഹ്സൻ അന മഅക്. വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാണ് ഹെഡിങ്. ഞാൻ ഈ ഈ ഹിവാർ ഒന്ന് വായിക്കാം. ഹാമിദും സാലിമും തമ്മിലാണ് ഹിവാർ നടക്കുന്നത്. ആദ്യം ഹാമിദ് അസ്സലാമു അലൈക്കും. സാലിം വഅലൈക്കും സലാം. ഹാമിദ് മൻ അൻത? സാലിം ബാക്കിയൻ أنا سالم. حامد أنت وحيد؟ سالم نعم عمي. نعم يا عمي. നമുക്ക് ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് നോക്കാം. ഹാമിദ് മാഷാണ് നമുക്കറിയാം. സാലിം അന്ധനായ വലതും വരീറുമാണ്. ഓക്കെ. ഹാമിദ് മാഷ് കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പരസ്പരം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം പറയേണ്ട ഉപചാര വാക്കാണ് എന്ത്? അസ്സലാമു അലൈക്കും. അറിയാലോ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾ ഉണ്ടാവട്ടെ. തിരിച്ചെന്താ പറഞ്ഞത്? വഅലൈക്കും അസ്സലാം, താങ്കൾക്കും അള്ളാഹുവിന്റെ സമാധാനം രക്ഷയും ഉണ്ടാവട്ടെ. ഹാമിദ് മാഷ് ചോദിച്ചു മൻ അൻത? ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്. അറിയാത്ത ഒരാളെങ്ങനെ ചോദിക്കുന്നത്? മൻ അൻത, ഹു ആർ യു അല്ലേ, നീ ആരാണ്? സാലിം ബ്രാക്കറ്റ് കൊടുത്തു കണ്ടോ, ബാക്കിയൻ. അപ്പൊ അവൻ പറയുമ്പോ എന്തുണ്ട്? ബാക്കിയൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവൻ അവിടെ എന്താ ചെയ്തത്? യബ്കി എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ബാക്കിയൻ, കരഞ്ഞുകൊണ്ട് അല്ലെ. ബാക്കിയൻ, ഇതാ പദം ഉണ്ടോ? ബാക്കിയൻ. ബക്ക കരഞ്ഞു, യബ്കി കരയുന്നു. ബാക്കിയൻ കരഞ്ഞുകൊണ്ട് എന്ന് പറയാനാണ് നമ്മൾ ബാക്കിയൻ എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ. ബാക്കിയൻ കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന സാലിം. അന സാലിം. നമ്മളെങ്ങനെ പറയണം? നമ്മളെ പേര് പറയണം അല്ലെ. നമ്മളോട് ആരെങ്കിലും മൻ അടുത്ത ചോദിക്കാൻ നമ്മൾ എന്ത് പറയണം? നമ്മുടെ പേര് പറയണം അല്ലെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അന മിൻസ്വ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? മൻ അൻത പറഞ്ഞേ. അയ്യ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടത്. പിന്നെ വീണ്ടും ചോദിച്ചു ഹാമിദ് അൻത വഹീദ്? അൻത വഹീദ്? അൻത എന്ന് ചോദിക്കുമ്പോൾ നീ ആണോ എന്ന ചോദിക്കാനാണ് അൻത എന്ന്. രണ്ട് ഉണ്ടോ അവിടെ അല്ലെ. അൻത, അൻത നീ. അൻത നീ ആണോ? വഹീദ് ഒറ്റക്കാണോ? തനിച്ചാണോ? വാഹിദം വീട്ടിലെ ഒന്ന് അല്ലെ. നമ്പർ ഒന്നിന് എന്താ പറയാ? വാഹിദ് പറയാം അല്ലെ. ഓക്കെ. വഹീദ് എന്നാണ് ഒറ്റയ്ക്ക്. വഹീദ് കണ്ടേ, വഹീദുൻ ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ് വഹീദ് എന്ന് പറയാറുള്ളത്. ഓക്കെ. അൻത വഹീദ്? സാലിം പറഞ്ഞു നഅം.
ഹൽ അല്ലെങ്കിൽ ആണോ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം പറയുന്നത്? നഅം. അല്ലെങ്കിൽ എന്ത് ഉത്തരം വരും? ല. അല്ലെ? ഇവിടെ എന്താ പറഞ്ഞത്? ഒറ്റക്കാണ് അവനുള്ളത് അല്ലെ? നഅം യാ അമ്മി. എന്താ അമ്മ എന്ന് പറഞ്ഞാല്? അമ്മ അമ്മി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മാവൻ. സാധാരണ നമുക്ക് പരിചയമില്ലാത്ത ഒരാളൊക്കെ നമ്മൾ എന്താ പറയാ? അങ്കിൾ എന്ന് പറയാറില്ലേ? അമ്മാവൻ അല്ലെ? മാമൻ അല്ലെ? അമ്മി, അതേ അമ്മാവ. അമ്മുൻ എന്നാണ് ശരിക്കും അതിന്റെ പദം. അമ്മി എന്നാൽ എന്റെ അങ്കിളെ, എന്റെ അമ്മാവ എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. ഹാമിദ് ചോദിക്കുകയാണ്, കൈഫ വസൽത ഹുന? കൈഫ എങ്ങനെ അല്ലെ? ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കൈഫ. കൈഫ വസൽത ഹുന? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? കണ്ടോ, വസൽത, വസല എന്നാണ് എത്തി. വസൽത നീ എത്തി. കൈഫ വസൽത ഹുന? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പൊ സാലിം പറഞ്ഞു ഫിൽ ഹാഫില. എങ്ങനെ എത്തിയത്? എത്തിയ വഴിയാ പറയുന്നത് അല്ലേ? നടന്നാണോ വാഹനത്തിലാണോ? അപ്പൊ അവൻ പറഞ്ഞു ഫിൽ ഹാഫിലത്ത്. ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ ദൂരയാത്രക്ക് ഉപയോഗിക്കുന്ന വാഹനം അല്ലേ? ഏതാണിത്? വലിയ വാഹനം. ബസ്സിലെ. ഓക്കെ, ഹാഫിലത്ത്. ബസ്സിനാണ് എന്ത് പറയാ? ഹാഫിലത്ത് എന്ന് പറയാ. ഓക്കെ, അപ്പൊ അവൻ എങ്ങനെ എത്തിയത്? ഫിൽ ഹാഫില, ബസ്സിലാണ് അവൻ എത്തിയത്. അവന്റെ കൂടെ ആരുണ്ടായിരുന്നു വന്നപ്പോ? മഅൽ ഉമ്മി വൽ അബി. ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ടായിരുന്നു അല്ലെ? മഅൽ ഉമ്മി വൽ അബി, ഉപ്പയുടെ ഉമ്മയുടെ കൂടെയാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഹാമിദ് ചോദിച്ചു അയിന ഉമ്മ? ഇപ്പൊ അവൻ ഒറ്റക്കാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ? വഹീദ് എന്ന് പറഞ്ഞില്ലേ? ഉപ്പ ഉമ്മ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ അവരോട് പോയി അയിന ഉമ്മ? അയിന എവിടെ അല്ലെ? അയിന ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അയിന. കെയ്ഫ നമ്മൾ പഠിച്ചു. അയിന എവിടെ? ഹുമ അവർ രണ്ടുപേരും എവിടെ പോയി? സാലിം ലാ അതിരി. ലാ അതിരി, എനിക്ക് അറിയില്ല. അവരോട് പോയിന്ന് അറിയില്ല. അവനറിയില്ല, കണ്ണ് കാണാത്ത കുട്ടിയല്ലേ. ലാ അതിരി, അവരെവിടെ പോയിന്ന് അറിയില്ല. ഇപ്പൊ അതായാലും അവരെന്റെ കൂടെ ഇല്ല. ശരി, അടുത്ത ചോദ്യം ഹാമിദ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഐന ബൈതുക? ഐന, ഐന എന്നത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഐന. എന്താ ഐന എന്നാണ് പറഞ്ഞേ? എവിടെ? വേർ അല്ലെ? ഐന എവിടെ? ഐന ബൈതുക്? ബൈത്ത് വീട്. ബൈതുക നിന്റെ വീട് അല്ലെ? നിന്റെ വീട് എന്ന് കിട്ടാനാണ് ബൈത്തുക പറയാറുള്ളത്. ഐന ബൈതുക, എവിടെ നിന്റെ വീട്? അപ്പൊ സാലിം പറഞ്ഞ മറുപടി നോക്കിയേ, ഫി തൃശൂർ. എവിടെയാണ്? ഫി തൃശൂർ. തൃശ്ശൂരാണ് വീട് അല്ലെ? ഹാമിദ് ചോദിച്ചു ഹൽ തനാവൽത അൽ ഫത്തൂർ? ഹൽ തനാവൽത അൽ ഫത്തൂർ? തനാവല, തനാവല. ഹൽ തനാവൽത അൽ ഫത്തൂർ? കുറെ നേരം ഉണ്ടാവില്ല ഇവിടെ അല്ലെ? അപ്പൊ തനാവൽത അൽ ഫത്തൂർ, തനാവൽത നീ കഴിച്ചോ, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനാണ് തനാവല പറയാറുള്ളത്. തനാവല എന്നാണ് അതിന് ശരിയായ പദം. തനാവൽത എന്നാൽ നീ കഴിച്ചോ എന്നാണ് അതിന്റെ അർത്ഥം. ഹൽ തനാവൽത അൽ ഫത്തൂർ? എന്താ ഫത്തൂർ എന്ന് പറഞ്ഞാല്? ഫത്തൂർ, അൽ ഫത്തൂർ രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയുന്ന പേരാണ് ഫത്തൂർ അല്ലെ? പ്രാതൽ അല്ലെ? രാവിലത്തെ ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയാ അൽ ഫത്തൂർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ എന്താ മറുപടി അറിയാൻ നോക്കിയേ? സാലിം ഇല്ല, പാവം ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെ? നല്ല വിശപ്പുണ്ടാവും അപ്പൊ അല്ലെ? അപ്പൊ അൽ ഫത്തൂർ എന്നാണ് രാവിലത്തെ ഭക്ഷണത്തിന് പറയുക. അൽ ഫത്തൂർ രാവിലെ മാത്രമാണ് ഭക്ഷണം ഉണ്ടാവുക? ഉച്ചക്കും ഉണ്ടാകും, രാത്രിയൊക്കെ ഉണ്ടാവില്ലേ? ഓരോ ഭക്ഷണത്തിനും ഓരോ പേരുകളാണ് അറബിയിലുള്ളത്. അൽ ഫത്തൂർ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനാ പറയുക. അൽ ഗദാ എന്നാണ് ലഞ്ചിന് പറയുക. അൽ ഗദാ. അൽ അശാ എന്നാണ് ഡിന്നറിന് പറയുക. ഈ മൂന്ന് പദങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം, നമുക്ക് ആവശ്യം വരും അല്ലേ? അൽ ഫത്തൂർ, അൽ ഗദാ, അൽ അശാ. ഓക്കെ, അതിന് നമ്മൾ അടുത്ത പേജിൽ ബാക്കി തുടരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് നോക്കാം. ഹാമിദ് പറഞ്ഞു ഹയ്യ നുഫ്തിർ. ഹയ്യ, ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഹയ്യ പറയാറുള്ളത്. ഹയ്യ, വരൂ വരൂ. നുഫ്തിർ, നേരത്തെ ഫത്തൂർ പറഞ്ഞില്ലേ നമ്മൾ? രാവിലത്തെ ഭക്ഷണം. നുഫ്തിർ എന്നാൽ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം. നുഫ്തിർ അല്ലെ? ഹയ്യ നുഫ്തിർ. കണ്ടോ, നുഫ്തിർ എന്നത് നുഫ്തിർ, നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ എന്താ അവർക്ക് പറയേണ്ടത്? ശുക്രൻ അല്ലെ? താങ്ക് യു, ശുക്രൻ അല്ലെ? നന്ദി എന്ന് പറയണം അല്ലെ? അത് സ്വാഭാവിക മര്യാദയാണ്. അപ്പൊ സംഭാഷണത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പദമാണ് ശുക്രൻ. സംഭാഷണം അവസാനിക്കുമ്പോൾ എന്ത് പറയണം നമ്മൾ? ശുക്രൻ എന്നും ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെയാണ് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ തന്നെ എന്ത് പറഞ്ഞു സാലിം? ശുക്രൻ. അത് നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം. ഹാമിദ് വീണ്ടും ചോദിച്ചു ബുനയ്യ ഹൽ ഇൻദക റഖ്മു ടെലിഫോൺ? ബുനയ്യ എന്നത്
കുഞ്ഞുമോനെ വാവെ എന്നൊക്കെ വിളിക്കാനാണ് അറബിയിൽ പ്രയോഗിക്കാറുള്ളത്. ഇബ്ന് എന്നതിൽ നിന്ന് വരുന്ന പദമാണ് ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഹൽ ഇൻദക്, ഹൽ ഇൻദക് റഖ്മു ടെലിഫോൺ, ഹൽ ഇൻദക്. എന്താ ഹൽ ഇൻദക്? ഹൽ ഇൻദക്, ഇന്ദ അടുത്ത്, ഇന്ദക്ക നിന്റെ അടുത്ത്, ഹൽ ഇന്ദക്ക നിന്റെ അടുത്ത് ഉണ്ടോ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹൽ, ഉണ്ടോ ആണോ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹൽ ഇന്ദക് നിന്റെ അടുത്തുണ്ടോ. റഖമു ടെലിഫോൺ, റക്കം എന്ന് പറഞ്ഞാൽ നമ്പർ, ടെലിഫോൺ ടെലിഫോൺ അല്ലേ, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ഉണ്ടോ കയ്യില്? ഉപ്പക്ക് വിളിച്ചു നോക്കണം, ഉപ്പ എവിടെയെന്ന് അറിയണ്ടേ. ഹൽ ഇൻദക് റഖമു ടെലിഫോൺ, ഹൽ ഇൻദക് എന്ന പദം നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ, നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ട പദമാണ്. ഹൽ ഇൻദക് നിന്റെ അടുത്തുണ്ടോ. ഹൽ ഇൻദക് കലം പേനുണ്ടോ. ഹൽ ഇൻദക് കിതാബ് ബുക്ക് ഉണ്ടോ. ഹൽ ഇൻദക് സാഅ വാച്ച് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ എന്താ പറയേണ്ടത്? ഹൽ ഇൻദക്. ഓക്കെ, ഹൽ എന്ന ചോദ്യത്തിന് രണ്ട് രീതിയിൽ ഉത്തരം വരാറുണ്ട്, ഒന്നുകിൽ നഅം അല്ലെങ്കിൽ ഇല്ല, ലാ അല്ലേ. ഇവിടെ എന്താ പറഞ്ഞത് സാലിം? ഹുവദ, ഉണ്ടല്ലോ അല്ലെ. നഅം എന്നുള്ള നഅം എന്നതിന് പകരം പറയുന്ന മറ്റൊരു രൂപമാണ് ഹുവദ, ഉണ്ടല്ലോ അല്ലെ. ഇല്ലെങ്കിൽ എന്ത് പറയാം? ലാ മ ഇൻദി, എന്റെ അടുത്തില്ല എന്നാണ് പറയുക അല്ലെ. ഇവിടെ ഉണ്ടല്ലോ, ഹുവദ ദ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവൻ നമ്പർ കൊടുത്തു അല്ലെ. ഓക്കെ, ബാക്കി നോക്കാം. ഹാമിദ് സഅത്തസിലു ബി അബീക് ലാ തഹസൻ അന മഅക്. സഅത്തസിലു ബി അബീക്, സഅത്തസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കോണ്ടാക്ട് ചെയ്യും അല്ലെ, ഞാൻ ബന്ധപ്പെടാം, വിളിക്കാം. ബി അബീക് നിന്റെ ഉപ്പയെ. സഅത്തസിൽ അല്ലെ. സ എന്നത് വിളിക്കാം, ഒരു ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന കാണിക്കാനാണ് അറബിയിൽ സ ഉപയോഗിക്കുക. അത്തസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെടും, ഞാൻ വിളിക്കും. സഅത്തസിലു ഞാൻ വിളിക്കാം, ഞാൻ ബന്ധപ്പെടാം അല്ലെ. ആരെ? ബി അബീക നിന്റെ ഉപ്പയെ എന്നാണ് പറഞ്ഞത് അല്ലെ. ലാ തഹസൻ അന മഅക്, ഇത് പരിചയമില്ലേ? ലാ തഹസൻ അന മഅക് നമ്മുടെ ഈ ഹിവാറിന്റെ ഈ സംഭാഷണത്തിന്റെ ഹെഡിങ് ആണ് അല്ലെ. ലാ തഹസൻ നീ എന്താക്കണ്ട, വിഷമിക്കണ്ട. അന മഅക് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ സാലിം എന്താ പറഞ്ഞത്? ജസാക്കല്ലാ യാ അമ്മി, ജസാക്കല്ലാ കേട്ടോ. നമ്മൾക്ക് ഒരാള് ഒരു സഹായം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ശുക്രൻ എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന രൂപമാണ് എന്ത്? ജസാക്കല്ലാ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. യാ അമ്മി, അമ്മി നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താണ്? അമ്മാവ അല്ലെ, മാമ അല്ലെങ്കിൽ അങ്കിൾ അല്ലെ. ലാ തഹസൻ ദുഃഖിക്കരുത്, വിഷമിക്കരുത് എന്ന് പറയാൻ എന്താ വേണ്ടത്? ലാ തഹസൻ. ഹുസൻ എന്നാണ് ആ പദത്തിന്റെ ദുഃഖത്തിന് പറയുക, ഹുസൻ എന്നാണ്. ലാ തഹസൻ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കരുത്. ജസാക്കല്ലാ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പദമാണ്. ശുക്രൻ പറഞ്ഞതുപോലെ പഠിക്കേണ്ട മറ്റൊരു പദമാണ് ജസാക്കല്ലാ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹിവാർ നല്ലവണ്ണം വായിക്കുക, മനസ്സിലാക്കുക. അതിൽ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചോദ്യം ചോദിക്കാൻ ഉപയോഗിച്ച അ അല്ലെങ്കിൽ ഹൽ അല്ലെങ്കിൽ കെയ്ഫ അല്ലെങ്കിൽ ഐന, ഈ 4 പദങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കണം. പ്രധാനമായിട്ട് എഴുതി വെക്കുക. ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഓരോന്നിന്റെയും അർത്ഥവും എഴുതി വെക്കുക. പിന്നെ സ്ക്രീനിൽ കാണിച്ച എല്ലാ പദങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക, അതിന്റെ അർത്ഥങ്ങളും എഴുതി വെക്കുക. ഈ ഹിവാർ നന്നായിട്ട് വായിക്കുക. സാധാരണ ഹിവാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഉപചാര വാക്കുകളുണ്ട്. ശുക്രൻ, ജസാക്കല്ലാ അല്ലെ. ഇങ്ങനത്തെ പദങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. മഅസ്സലാമ. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് എന്താക്കുക, എനിക്ക് അയച്ചു തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.